ഇനി 3-ാം സ്കന്ധത്തിലെ 11-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിൽ കാലത്തിൻ്റെ പരിണാമങ്ങളും ലക്ഷണങ്ങളും യുഗം, മന്വന്തരം, കൽപ്പം തുടങ്ങിയവയുടെ വർണ്ണനയുമാണ് വിവരിക്കുന്നത്. സമയം അഥവാ കാലം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൂക്ഷ്മരൂപമായ പരമാണുവിൽ നിന്ന് തുടങ്ങി ഈ വിശ്വം മുഴുവൻ വ്യാപിക്കുന്ന പരം മഹത് എന്ന വിശാലമായ അവസ്ഥ കൈവരിക്കുന്ന കാലഗണന ശാസ്ത്രത്തിൻ്റെ സംവിധാനങ്ങളൊന്നുമില്ലാതെ തന്നെ പൗരാണികർ എങ്ങനെ കണ്ടെത്തി എന്നോർക്കുമ്പോൾ സർവേശ്വരനെ എത്ര വണങ്ങിയാലും മതിയാവാതെ വരികയാണ്. നമുക്ക് തുടർന്ന് കേൾക്കാം. വസ്തുക്കളുടെ വിഭജനത്തിൽ ഏറ്റവും അവസാനത്തെ ഘടകമായി നിൽക്കുന്നതും ഇനിയും വിഭജിക്കാൻ കഴിയാത്തതും എണ്ണമറ്റതും എപ്പോഴും നിലനിൽക്കുന്നതുമായ സൂക്ഷ്മ കണികയാണ് പരമാണു. സാധാരണ മനുഷ്യർക്ക് വസ്തുക്കൾ കാണുമ്പോൾ അവയെല്ലാം ഒന്നായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവ ഇത്തരം അസംഖ്യം പരമാണുക്കൾ ചേർന്നതാണ്. അനവധി തന്മാത്രകളാൽ ബന്ധിതമായി പദാർത്ഥങ്ങൾ ഒന്നായി തോന്നുന്ന അവസ്ഥ പരമമഹാൻ എന്നറിയപ്പെടുന്നു. അത് വ്യത്യാസങ്ങളില്ലാത്തതും വേർതിരിവുകളില്ലാത്തതുമായ അവസ്ഥയാണ്. അതായത് ഈ പ്രപഞ്ചത്തിലെ സകലതും പരമാണു എന്ന അദൃശ്യവും സൂക്ഷ്മവുമായ അവസ്ഥകളിൽ നിർമ്മിതമാണ്. ഇത് ഒന്നാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നത് വിഭ്രാന്തി അഥവാ മായ മൂലമാണ്. ഹേ സജ്ജനശ്രേഷ്ഠനായ വിതുരരെ, ഇതുപോലെ കാലവും സൂക്ഷ്മഭാവത്തിലും സ്ഥൂലഭാവത്തിലും അനുമിക്കപ്പെട്ടിരിക്കുന്നു. അവ്യക്തവും എന്നാൽ എല്ലാറ്റിനും കഴിവുള്ളതുമായ ഭഗവാനാൽ കാലവും ഈ പരമാണു മുതൽക്കുള്ള പ്രപഞ്ചാവസ്ഥകളുടെ വ്യാപ്തിയിൽ കൃത്യമായും വ്യാപിച്ചിരിക്കുന്നു. യാതൊന്ന് പ്രപഞ്ചത്തിൻ്റെ പരമാണുസ്ഥിതിയിൽ ലയിച്ചിരിക്കുന്നുവോ അത്രയുള്ള കാലം പരമാണു അതായത് കാലസൂക്ഷ്മാംശം എന്നറിയുന്നു. അതുതന്നെ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയിൽ വ്യാപരിക്കുമ്പോൾ അത് പരമമഹത് ആയും മാറുന്നു. 2 പരമാണുക്കൾ ചേരുന്നതിനെ ഒരു അണു എന്ന് പറയുന്നു. അങ്ങനെ 3 അണുക്കൾ ചേരുമ്പോൾ ഒരു ത്രസരേണു എന്ന് വിളിക്കുന്നു. ജാലകത്തിലൂടെ അകത്തു വരുന്ന സൂര്യപ്രകാശത്തിൽ ഇത് ദൃഷ്ടിഗോചരമായി അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. 3 ത്രസരേണു വ്യാപിക്കുവാനുള്ള സമയം ഒരു ത്രുടി എന്ന് അറിയപ്പെടുന്നു. 100 ത്രുടികൾ ചേരുമ്പോൾ ഒരു വേദമാകുന്നു. 3 വേദങ്ങൾ ചേർന്ന് ഒരു ലവമായി മാറുന്നു. 3 ലവം ചേരുമ്പോൾ ഒരു നിമിഷം, 3 നിമിഷങ്ങൾ ഒരു ക്ഷണവും 5 ക്ഷണങ്ങൾ ഒരു കാഷ്ടയും 15 കാഷ്ടകൾ ചേരുന്ന സമയം ഒരു ലഘുവായും അറിയപ്പെടുന്നു. 15 ലഘു ഒരു നാഴികയും 2 നാഴിക ചേർന്നാൽ ഒരു മുഹൂർത്തവും 6-7 നാഴിക ചേരുമ്പോൾ മനുഷ്യരുടെ ഒരു പ്രഹരം അല്ലെങ്കിൽ യാമം എന്നറിയപ്പെടുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 3 മണിക്കൂറാണ് ഒരു യാമം. ഇത് സൂര്യൻ്റെ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ച് മാറും. അതുകൊണ്ട് മുനി 6-7 എന്ന് പരാമർശിച്ചിരിക്കുകയാണ് ഇവിടെ. 12 പലം തൂക്കമുള്ള ഒരളവ് പാത്രത്തിൽ 4 അങ്കുലം നീളവും 1 മാഷം അഥവാ 5 കുന്നിക്കുരു തൂക്കമുള്ള കമ്പികൾ കൊണ്ട് 4 ദ്വാരങ്ങൾ നിർമ്മിച്ച് അതിൽ ഒരിടങ്ങഴി വെള്ളം നിറച്ച് അത് എത്ര സമയം കൊണ്ട് വെള്ളത്തിലാഴുമോ അത്രയും സമയത്തെ ഒരു നാഴിക എന്ന് പറയുന്നു. അല്ലയോ വിതുരരെ, 4 യാമങ്ങൾ ചേരുമ്പോൾ പകലും 4 യാമങ്ങൾ രാത്രിയുമായി മാറുന്നു. അങ്ങനെ 15 രാപ്പകലുകൾ ഒരു പക്ഷമായി മാറുന്നു. അവ കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും എന്നിങ്ങനെ 2 അങ്ങനെ 2 പക്ഷങ്ങൾ ചേർന്ന് ഒരു മാസമാകുന്നു. അത് പിതൃക്കളുടെ ഒരു അഹോരാത്രമാണ്. ഒരു രാവും ഒരു പകലും ചേർന്നത് 2 മാസങ്ങൾ ഒരു ഋതു ആവുന്നു. 6 മാസങ്ങൾ ഒരു അയനമാവുന്നു. അവ ദക്ഷിണായനവും ഉത്തരായനവും ആണ്. ദേവലോകത്ത് 2 അയനങ്ങൾ ചേരുന്ന സമയം ആണ് ഒരു അഹോരാത്രം. 12 മാസങ്ങൾ ചേരുമ്പോൾ ഒരു സംവത്സരമാകുന്നു. അങ്ങനെ 100 സംവത്സരം ഒരു മനുഷ്യായുസ് എന്ന് നിരൂപിക്കുന്നു.